ആവർത്തിച്ച് വായിക്കുക, പെതുക്കെ വായിക്കുക. അത് ഒന്നിലധികം പ്രാവശ്യം നമ്മൾ വായിക്കണം. പറ്റുമെങ്കിൽ വിവിധ ട്രാൻസ്ലേഷൻസിൽ നമുക്കത് വായിക്കാം. ഇംഗ്ലീഷിൽ തന്നെ പല ട്രാൻസ്ലേഷൻസ് ഉണ്ട്. NKJV, ESV, അങ്ങനെ ഒട്ടനവധി ട്രാൻസ്ലേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുവാൻ അനുവദിക്കണം. നമ്മുടെ അന്തരംഗത്തേക്ക് അതൊന്ന് സിങ്ക് ചെയ്യുവാൻ അനുവദിക്കണം. കൂടുതൽ ഹറിയിൽ, കൂടുതൽ ദ്രുതഗതിയിൽ നമ്മൾ വായിച്ചു പോയാൽ നമുക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കില്ല. ആൻഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിൽ ആ ദൈവവചനത്തിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വരം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വരത്തോട് നമ്മൾ ലെസ് റിസപ്റ്റീവ് ആവും. നാം അധികം കേൾക്കാതെ പോവും ദൈവത്തിൻ്റെ ശബ്ദം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ വളരെ ദ്രുതഗതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിങ്ങളെപ്പോഴും എങ്ങോട്ടേലും ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും കൈ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം മാത്രം കഴിച്ച് അങ്ങനെ ഓടിപ്പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഭക്ഷണവുമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം കാണില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഒരു ദിവസത്തിൽ ഏതാനും ചില മിനിറ്റുകൾ മാത്രമേ നിങ്ങൾ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ഒരു ഹെൽത്തി ബന്ധം നിങ്ങൾക്കില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കാണില്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ ടീ ബാഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ആ ടീ ബാഗ്, ആ കിടക്കുന്ന ആ ചൂടുവെള്ളത്തെ മാറ്റണമെങ്കിൽ, ആ ടേസ്റ്റൊക്കെ മാറ്റണമെങ്കിൽ കുറച്ച് സമയം ആ ചൂടുവെള്ളത്തിൽ ആ ടീ ബാഗ് കിടക്കണം. അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടും റഷ് ചെയ്യാത്ത ഒരു സമയമാണ് നാം ചെലവഴിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് നാം ദൈവത്തിൻ്റെ വചനത്തിൽ മുഴുകി സോക്ക് ചെയ്തിരിക്കുമ്പോഴാണ്. അല്ലാതെ ഏതാനും ചില സെക്കൻഡുകൾ, ഏതാനും ചില വാക്യങ്ങൾ ഓടിച്ചിട്ട് വായിച്ചിട്ട് പോയാൽ യാതൊരു വിധത്തിലും ഒരു മാറ്റവും സംഭവിക്കില്ല. എങ്ങനെയാണ് ബൈബിൾ ശരിയായ രീതിയിൽ ധ്യാനിക്കേണ്ടത്? 9 കാര്യങ്ങൾ വിവരിക്കുന്ന സന്ദേശം നമ്മുടെ ചാനലിൽ കാണുക. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.